എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഗോതമ്പ് പൊടിയും റവയും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചായയുടെ കൂടെ കഴിക്കാൻ ഈ ഒരു സ്നാക്ക് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് ഗോതമ്പ് പൊടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അര കപ്പ് റവയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് പല തവണയായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം മാവ് കുഴച്ചെടുക്കാൻ. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ചൊരു ടൈറ്റായിട്ടായിരിക്കും ഇതിരിക്കുന്നത്, റവയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് കാഷ്യൂനട്ടും ബദാമും എല്ലാം കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ ഒരുപാട് മൂത്ത് കളർ മാറിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഈ ഒരു പരുവാകുമ്പോഴേക്കും അതും പാനിൽ നിന്നും കോരി മാറ്റാം. ഫ്രൈ ചെയ്തെടുത്ത തേങ്ങ മാറ്റി കൊടുത്തതിന് ശേഷം ഇനി അതേ പാനിൽ തന്നെ അര കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇട്ട് കൊടുത്ത റവയും നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതും ഇനി ഫ്രൈ പാനിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട് ഒരു 3 ഏലക്കായും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി വറുത്ത് വെച്ചിരുന്ന റവ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് മിക്സിയിലിട്ട് പൊടിച്ചതെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഇപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് ഒന്നുകൂടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് നമുക്കൊരു ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിൽ എടുത്തതിന് ശേഷം പരത്തിയെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയതിന് ശേഷം പൊടിമാവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കനം കുറച്ച് നല്ല രീതിയിൽ കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഈ ചപ്പാത്തിയുടെ ചുറ്റും നന്നായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. സൈഡ് നന്നായി ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളമൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു കട്ടർ ഉപയോഗിച്ച് ഇതിൻ്റെ ആ ഫില്ലിങ് കഴിഞ്ഞതിനുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാലൻസ് മാറ്റി കളയാം. പിന്നീട് ഫോർക്ക് ഉപയോഗിച്ച് ഈ ഒരു രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ മാവ് വെച്ച് കൊടുത്ത് പ്രസ് ചെയ്തതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് വെച്ച് കൊടുത്താൽ മതിയാകും, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് ചാടും. അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തിയതിന് ശേഷം മോമോസ് ഉണ്ടാകുന്ന ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഈ മോമോസ് ഉണ്ടാകുന്ന ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പരത്തിയതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുത്ത് വെള്ളം തേച്ച് കൊടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫോർക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം ചെയ്തതിന് ശേഷം എണ്ണ ചൂടായി കിടക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിതിപ്പോൾ 2 രീതിയിലും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യാനായതുകൊണ്ട് തന്നെ ഓയിൽ കുറച്ചധികം ഒഴിച്ച് കൊടുക്കണം. ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ആ സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ റവയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതെല്ലാം ഈ ഒരു രീതിയിൽ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. ഈ ഒരു അളവിൽ നമുക്ക് പ്ലേറ്റ് നിറയെ സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. അത് രണ്ടാമത് ഇട്ട് കൊടുത്തതെല്ലാം ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കോളൂ എത്രത്തോളം ഇത് ക്രിസ്പി ആയിട്ടുണ്ടെന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിലെപ്പോഴും കാണാറുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.